അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാർക്കാട്. പ്രിയമുള്ള വിശ്വാസി സമൂഹമേ, ഷിർക്ക് അഥവാ അള്ളാഹുവിൽ പങ്കുചേർക്കൽ അഥവാ പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ കഴിവുകൾ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർക്കോ ഔലിയാക്കൾക്കോ അല്ലെങ്കിൽ മരണപ്പെട്ടവർക്കോ ഉണ്ട് എന്ന് വാദിക്കുക, ആ അസത്യത്തെ ലോകത്തെ പരിചയപ്പെടുത്തുക, അതിലൂടെ സത്യത്തെ മൂടിവെക്കുക, ആ സത്യവിജ്ഞാനം ലോകത്ത് പ്രചരിപ്പിക്കുന്നത് തടയുക, ഇത്തരം പ്രവൃത്തികൾ ചെയ്യപ്പെടുന്നവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ അതിഭയാനകരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേത് പാപത്തെക്കാളും ഷിർക്കിനെ അഥവാ ദൈവത്തിൽ പങ്കുചേർക്കപ്പെടുന്നതിനെ അതിശക്തമായി തന്നെ ഭയപ്പെടുക. അതൊരു പക്ഷേ എൻ്റെ ഉമ്മയോ ബാപ്പയോ എൻ്റെ കൂട്ടുകുടുംബങ്ങളോ ആവാം, അല്ലെങ്കിൽ ആവാതിരിക്കാം. അതുകൊണ്ട് തന്നെ കുടുംബ പാരമ്പര്യത്തിലോ കുടുംബത്തിൻ്റെ മഹിമയിലോ അല്ല ഇസ്ലാം നിലനിൽക്കുന്നത്, അത് സത്യത്തെ ഉൾക്കൊള്ളുന്നതിലാണ്. അതുകൊണ്ട് തന്നെ ശിഹാബ് തങ്ങളുടെ കുടുംബമായാലും AP-യുടെ കുടുംബമായാലും EK-യുടെ കുടുംബമായാലും ഇവരുടെ സമസ്തകളായാലും ലോകത്തിലെ ഇതര മറ്റു വിശ്വാസികളായാലും അത്തരം ചിന്താഗതികൾ നിങ്ങളുടെ പരലോകത്തെ അല്ലെങ്കിൽ പുനർജന്മത്തെ അതിശക്തമായി ബാധിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ശിക്ഷ നരകമാണ്. അതുകൊണ്ട് മറ്റേത് പാപങ്ങൾക്കും നാം എന്തുണ്ട്, ദൈവത്തോട് അല്ലെങ്കിൽ അള്ളാഹുവോട് അല്ലെങ്കിൽ യഹോവയോട് നാം കഠിനമായി പ്രാർത്ഥിച്ചാൽ ആ പക്ഷാതാപം സ്വീകരിക്കും. പക്ഷേ ഇത് സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം മതപുരോഹിത വിഭാഗത്തെ നാം മാറ്റുക. ഇത് മുസ്ലിം സമൂഹം സുന്നിയിൽ നിന്ന് മാറുക, സമസ്തയിൽ നിന്ന് ഇസ്ലാമിലേക്കും സുന്നിയിൽ നിന്ന് മുസ്ലിമിലേക്കും മാറുക. അതോടുകൂടെ നിങ്ങൾ ഏകദൈവ വിശ്വാസിയാവും. അപ്പോൾ നാം അവിടെ നമ്മുടെ മാല, മൗലിദ്, അതുപോലെ തന്നെ റാത്തീബ് പോലെയുള്ള അനിസ്ലാമിക പരമായ കാര്യങ്ങൾ ഒഴിവാക്കുക. അത് നാം ഉംറയ്ക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും മറ്റ് ഇബാദത്തുകളായാലും ഇതെല്ലാം ഷിർക്കിൽപ്പെടും. അതുപോലെ തന്നെ മരണശേഷവും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. 3 ദിവസം നാം ദുഃഖമാചരിക്കാം. അതിനുശേഷം ദുഃഖം ആചരിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ്. ഇതാണ് ഇസ്ലാമിക സംവിധാനം. ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖം ആചരിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഇത് ഇസ്ലാമികപരമായി വളരെ കൃത്യമായി ഹദീസ് മുഖേന അല്ലാഹു അല്ലെങ്കിൽ അവൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ജീവിതചര്യയെ നാം മുറുകെ പിടിക്കുക. അതിനുശേഷം പണ്ഡിത വിഭാഗം നമ്മെ വഴിതെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി അല്ലാഹുവോ പ്രവാചകനോ മറ്റ് ഇസ്ലാമിക സംവിധാനങ്ങളോ അല്ല എന്ന് മനസ്സിലാക്കി നാം യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങി വരിക. സുന്നികളെ നാം അകറ്റി നിർത്തുക, മുസ്ലിമായി ജീവിക്കുക, സമസ്തയിൽ നിന്നും മാറി ഇസ്ലാമിലേക്ക് വരിക, സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അത്തരം നല്ല ഹൃദയശുദ്ധിയുള്ളവരാക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാവട്ടെ എന്ന് വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. നമ്മുടെ വാപ്പ അല്ലെങ്കിൽ പിതാവ് മാലിക് എന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ട് എന്ന് വെക്കുക. അദ്ദേഹം നമ്മെ വളരെ നല്ല സംസ്കാരത്തോടുകൂടെ പഠിപ്പിച്ചു വിട്ടു. വേണ്ട രീതിയിൽ അധ്യായനങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പാട്ടുകളൊന്നും പാടരുത് എന്നും അതുപോലെ തന്നെ നിങ്ങൾ മദ്യപാനം മറ്റുമെല്ലാം ചെയ്യരുത് എന്ന് എന്താണോ വിലക്കി അതെല്ലാം വിലക്കിയത്.
കൃത്യമായി പാലിക്കണമെന്ന് പറഞ്ഞ് നമ്മെ നമ്മുടെ ലോകത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് വിചാരിക്കുക. ശേഷം ഈ മാലിക് തിരിച്ചു വരുമ്പോൾ നമ്മോട് ചോദിക്കുകയാണ്, അഥവാ നമ്മളുടെ വാപ്പ, നിങ്ങൾ എവിടെ പോയി? ഞങ്ങൾ AP കണ്ടു, EK കണ്ടു, സമസ്തയിൽ പോയി, സുന്നിയായി. ഞങ്ങൾ ഈ വാപ്പ മാലിക്കിന് പറഞ്ഞതിനെല്ലാം വിപരീതമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഇല്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നിരുന്നാലും ആ പ്രപഞ്ചനാഥനായ മാലിക് അതിശക്തമായ ഡാറ്റ വോയിസ് കൺട്രോൾ സംവിധാനമുള്ള ആകാശത്തുള്ള ക്യാമറകൾ അഥവാ നക്ഷത്രങ്ങൾ കൊണ്ട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്തതല്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയാൻ കഴിയുക? ഇതിനുശേഷം നിങ്ങൾ ഹജ്ജോ ഉംറയോ സക്കാത്തോ നോമ്പോ എന്ത് ചെയ്താലും എന്ത് പ്രതിഫലമായിരിക്കും ഈ മാലിക് നിങ്ങൾക്ക് നൽകുക എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന വിശുദ്ധ ഖുർആൻ വചനത്തെ ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.